ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വ്യക്തിയെക്കുറിച്ച് മനസ്സിലാലോചിക്കാം. ഒരു വ്യക്തിയെക്കുറിച്ച് കൃത്യമായി ആലോചിച്ചതിന് ശേഷം മാത്രം റീഡിംഗ് തുടർന്ന് കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ജനറൽ ആൻഡ് കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് തന്നെ എടുത്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു ടാരോ റീഡറിൻ്റെ അടുത്ത് പോയി ഒരു റീഡിംഗ് എടുത്ത് നോക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് കിട്ടുക. ഓക്കെ, ഇതിൽ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല. എനിക്ക് ചിലരൊക്കെ പറയാറുണ്ട് റെസണേറ്റ് ആവുന്നില്ല എന്നൊക്കെ. അങ്ങനെ എല്ലാവർക്കും ഒരു റീഡിംഗ് റെസണേറ്റ് ആവില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ അബ്സോർബ് ചെയ്യണ്ട. അതുപോലെ തന്നെ നിങ്ങൾ ഈ റീഡിംഗ് കാണുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് കാണാൻ ശ്രമിക്കരുത്. കാരണം കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ അബ്സോർബ് ചെയ്യുക. അതുകൊണ്ട് മൈൻഡ് പോസിറ്റീവ് ആക്കി വെച്ചതിന് ശേഷം മാത്രം ഈ ഒരു റീഡിംഗ് തുടർന്ന് കാണുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ഒരു റിലേഷൻഷിപ്പ് ജനറൽ റീഡിംഗ് ആണ്. സോ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ റീഡിംഗ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ വരും റീഡിങ്ങുകളിലൊക്കെ കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിംഗ് നോക്കാം. ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ്. അത് കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആളെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ധാരണ കൊണ്ടുവരിക. ആ വ്യക്തിയുമായിട്ടുണ്ടായുള്ള നല്ല നിമിഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല തോട്ട്സ് ഒക്കെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ആലോചിക്കരുത്. ഓക്കെ, ആ ഒരു വ്യക്തിയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങളിരിക്കുക. റൈറ്റ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഇൻ ദിസ് റീഡിംഗ് ഫോർ മൈ ഓഡിയൻസ്, റീഡിംഗ് ഫോർ മൈ സബ്സ്ക്രൈബേഴ്സ്. എന്താണ് അവരുടെ ഈ ഒരു വ്യക്തിയോടുള്ള കറണ്ട് ഫീലിംഗ്, അവർ ആലോചിക്കുന്ന വ്യക്തിയോടുള്ള അവരുടെ കറണ്ട് ഫീലിംഗ് എന്താണ്? എന്താണ് ആ ഒരു വ്യക്തിയോടുള്ള അവരുടെ കറണ്ട് ഫീലിംഗ് എന്താണ്? നിങ്ങളുടെ ആ വ്യക്തിയോടുള്ള കറണ്ട് ഫീലിംഗ് എന്താണ്? ആ വ്യക്തിയോടുള്ള കറണ്ട് ഫീലിംഗ് എന്താണ്? ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു കറണ്ട് ഫീലിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള കറണ്ട് ഫീലിംഗ് എങ്ങനെയാണ്? ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള കറണ്ട് ഫീലിംഗ്, അവരുടെ മനസ്സിൽ എന്താണ് ഇപ്പോൾ? ഓക്കെ, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കാം. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ അറിയുന്ന കാര്യങ്ങളായിരിക്കില്ല. ഓക്കെ, എന്താണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും വേണ്ടത്? എന്താണ് ആ ഒരു വ്യക്തിക്ക് ശരിക്കും നിങ്ങളിൽ നിന്നും വേണ്ടത്? അവരെന്താണ് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? അവരെന്താണ് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്താണ്? നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ 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 നിന്നും പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജി എന്താണ്? എന്ത് എനർജിയാണ് ഇപ്പോൾ ഈ ഒരു ബന്ധത്തെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, എന്ത് എനർജിയാണ് ഈ ഒരു ബന്ധത്തെ ഇപ്പോൾ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, നിങ്ങൾക്ക് എന്താണ് യൂണിവേഴ്സ് തരുന്ന അഡ്വൈസ് എന്ന് നോക്കാം. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ് എന്താണ്? ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഔട്ട്കം വരാൻ സാധ്യത? ഈ റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ വരാൻ സാധ്യതയുള്ള, നിങ്ങളുടെ ലൈഫിൽ ഉടനെ തന്നെ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള കാര്യം എന്താണ്? ഓക്കെ, സോ നമ്മൾ റീഡിങ്സ് എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും കുറച്ച് വേദനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കുറേ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നുപോയി ആ ഒരു യാത്ര പൂർത്തിയാക്കുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നത്, ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു വേദനകളൊക്കെ ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്കൊരു മാറ്റം ഇതിൽ വരുന്ന ഒരു സമയം കൂടിയായിരിക്കും. എല്ലാ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനും കടന്നുപോയി നിങ്ങളുടെ ചില മാറ്റങ്ങൾക്ക് സമയം വരുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഓക്കെ, 8 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ നടക്കുന്നത്? എന്താണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും യഥാർത്ഥത്തിൽ വേണ്ടത്? നിങ്ങളെന്താണ് ആ ഒരു വ്യക്തിയിൽ നിന്നും യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്? ഓക്കെ, എന്ത് എനർജിയാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ് എന്താണ്? അഡ്വൈസ് കാർഡ് നിങ്ങൾക്ക് കാണത്തില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സ്ട്രെങ്ത് കാർഡാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ബന്ധത്തിൽ ഉടനെ സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യം എന്താണ്? 3 ഓഫ് കപ്സ്. ഓക്കെ, സോ നിങ്ങൾ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിൽ നിന്ന് വിട്ടു പോകണം എന്ന് കംപ്ലീറ്റ് ആയിട്ട് ആഗ്രഹമില്ല. ഇത് സോൾവ് ആകണമെന്നൊക്കെ വല്ലാതെ ആഗ്രഹിക്കുന്നുമുണ്ട്. ഓക്കെ, ശരിക്കും നിങ്ങൾ ആ ഒരു വ്യക്തിയായിട്ട് കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ എന്താണ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാത്തത്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാത്തത്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ എന്നൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അവരുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ചില കാര്യങ്ങളൊക്കെ കുറച്ച് സ്പീഡപ്പ് ആവുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ. നിങ്ങൾക്ക് അവരോടുള്ള ചില ഇമോഷൻസിന് സ്പീഡ് കൂടുന്നുണ്ട്. ചില സമയത്ത് നിങ്ങൾ അവരെക്കുറിച്ച് മാക്സിമം ചിന്തിക്കാതൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ചില സമയത്ത് നിങ്ങൾ ഒരുപാട് അവരെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം തന്നെയാണ്. അത് ആരായാലും ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമാണ്. പ്രണയമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് പ്യുവറായിട്ടുള്ള സ്നേഹമായിരിക്കും. അതായത് കലർപ്പില്ലാത്ത സ്നേഹമായിരിക്കാം. ഓക്കെ, പക്ഷേ നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങൾ കൂടി ഇവിടെ കാണപ്പെടുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് കരുതുന്ന ഒരു വ്യക്തിയായിരിക്കാം. ആ ഒരു വ്യക്തിക്ക് പെറ്റ്സിനെയൊക്കെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം, നിങ്ങൾ ഒരുമിച്ച് ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫാമിലിയിലെ വ്യക്തികളായിരിക്കാം. നിങ്ങളുടെ ആ ഒരു ഫാമിലിയിലുള്ള വ്യക്തിയെക്കുറിച്ചായിരിക്കും നിങ്ങൾ ചിന്തിച്ചിരിക്കുക. ഒരുമിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് നിങ്ങളിപ്പോൾ ചിന്തിച്ചിരിക്കുക. ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും കുറച്ച് സന്തോഷമുള്ള നിമിഷങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കല്യാണം പോലെയുള്ള, ചിലപ്പോൾ നിങ്ങളുടെ കല്യാണം കഴിക്കാൻ മുന്നോട്ട് വരുന്ന ആളുകളായിരിക്കാം. പക്ഷേ നിങ്ങൾ രണ്ടുപേരെയും ടൈം മാച്ച് ആവുന്നുണ്ടാവില്ല. ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ മേ ബി താല്പര്യം ഉണ്ടായിരിക്കില്ല. പക്ഷേ ആ ഒരു വ്യക്തിക്ക് കല്യാണം കഴിക്കണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ആഘോഷങ്ങൾ ഒരുമിച്ചുണ്ടാവണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്നും നീതിപൂർവമായിട്ട് നിങ്ങളോട് പെരുമാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേദനകൾ സമ്മാനിച്ചിട്ടുണ്ട്. നിങ്ങളെ നിങ്ങളായിട്ട് ഇരിക്കാൻ, നിങ്ങളായിട്ട് കാണാൻ അവർക്ക് കഴിയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ എന്തൊക്കെയോ കാര്യങ്ങൾ, നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങൾ നീതിപൂർവമല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതിൻ്റെ നീതി നിങ്ങൾക്ക് ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഒന്നും തന്നെ സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത ഒരു മൈൻഡിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് അവരോട് കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴും നിങ്ങൾ ഇമോഷണലി നിങ്ങൾ ഡംപാണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഇമോഷണലി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ കുറച്ച് കണക്ഷൻ കുറവാണ്. നിങ്ങൾ പല കാര്യങ്ങളും ആലോചിച്ചിരിക്കുന്നുണ്ട്. നിങ്ങളുടെ മുന്നിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ കാണാതെ പോകുന്നുണ്ട്. ഈ ഒരു കാര്യത്തിലുള്ള പ്രശ്നം കാരണം, ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂസ് കാരണം നിങ്ങളുടെ മുന്നിൽ ഓൾറെഡി ഉള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ സ്വീകരിക്കാതിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മനഃശക്തി ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ മനഃശക്തി എന്താണോ തിരിച്ചറിയണം, നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിയണം. നിങ്ങൾ അതുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. ഓക്കെ, നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ തകർന്നു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന പല സാഹചര്യങ്ങളും തകർന്നു പോവാതെ കര കയറാൻ കെൽപ്പുള്ളവരാണ് നിങ്ങൾ. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഔട്ട്കം വരാൻ, നിങ്ങളൊരു ടുഗദർ ആവാൻ, ഒരുമിച്ചാവാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഒരു സന്തോഷത്തിൻ്റെ നിമിഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ളൊരു സാഹചര്യമുണ്ട്. ഓക്കെ,
എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ എനർജിയിൽ 8 ഓഫ് വോൺസ് വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് പെട്ടെന്ന് അവരെ വിളിക്കണം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ട് വേണം, പെട്ടെന്ന് അവർക്ക് ഒരു മെസ്സേജ് അയക്കണം എന്നൊക്കെ തോന്നിയേക്കാം. ഓക്കെ, എന്തെങ്കിലും ഒരു ക്യുക്കായിട്ട് ഇതിനൊരു റെമഡി കാണണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമൊക്കെ വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നും പെട്ടെന്ന് ഇതിനകത്ത് ഒരു ചേഞ്ച് വരണം, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഒന്ന് മാറണം, ഈ ചേഞ്ച് എൻ്റെ ലൈഫിനെ മാറ്റും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പെട്ടെന്ന് നിങ്ങളൊരു യാത്ര പ്ലാൻ ചെയ്തേക്കാം കേട്ടോ. ചിലപ്പോൾ നിങ്ങളൊരു യാത്ര പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയുള്ളൊരു എനർജി നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ തോന്നിയേക്കാം, ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ തോന്നുന്ന ഒരു സമയം കാണും. ഓക്കെ, അപ്പോഴായിരിക്കും നിങ്ങൾ ക്യുക്കായിട്ട് ഒരു മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ കോൾ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നത്. കാര്യങ്ങളൊന്ന് സ്പീഡപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ ഒരു സോൾമേറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സോൾമേറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. ഒരു കുടുംബത്തിൽ തന്നെയുള്ള ആളുകളായിരിക്കും, അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കാം. ഓക്കെ, ഈ സോൾമേറ്റ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമായിരിക്കും. നിങ്ങൾ ഒരാൾ താഴെ പോകുമ്പോൾ മറ്റേ ആൾ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, പല കാര്യങ്ങൾക്കും അങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് വളരുകയാണെങ്കിൽ നല്ല ഒരു നിലയിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കും, മാനസികമായിട്ടും അല്ലെങ്കിൽ പുറമേ നോക്കുമ്പോഴും. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരു സോൾമേറ്റ് ആയിട്ട് കാണുന്നുണ്ടെന്നുള്ളതാണ് ഒന്ന്. വളരെയധികം നിങ്ങളോട് സ്നേഹം, ഇൻഡെപ്ത് ആയിട്ട് സ്നേഹമുണ്ട്. ഓക്കെ, ബിക്കോസ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രസൻസ് ഉള്ളപ്പോഴായിരിക്കും ഈ ഒരു വ്യക്തിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു അപൂർണമായ ഒരു ഇതായിട്ട് അവർക്ക് തോന്നത്തുള്ളൂ എപ്പോഴും. ഓക്കെ, ലവേഴ്സ് ആയിരിക്കുന്ന സമയത്ത്, ഒരു റിലേഷൻഷിപ്പിലുള്ളവർക്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്തൃബന്ധമാണ്, ലിവിങ് ടുഗദർ ആണ്, ലവേഴ്സാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടൊരു സെക്ഷൽ ഡിസയർ അങ്ങനെ തോന്നുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു താല്പര്യം നിങ്ങളോട് തോന്നുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരു മിസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇപ്പോൾ കാണും. ഓക്കെ, പക്ഷേ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ അവർക്ക് തോന്നുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, അവർക്ക് ഇമോഷണലി നിങ്ങളെ വളരെയധികം വേണം, കൂടെ വേണം എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ പുറകോട്ട് വലിക്കുന്നുമുണ്ട്. ഓക്കെ, നിങ്ങളുടെ രണ്ടുപേരുടെയും പരസ്പരമുള്ള പാഷൻ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓൾമോസ്റ്റ് ഒരു സ്പിരിച്വൽ ലെവലിലാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് വളരെയധികം പാഷനേറ്റ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ രണ്ടുപേരും. ഒരു സോൾ ലെവലിലുള്ള കണക്ഷനിലേക്ക് പോകാനായിട്ട് ചാൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അവർക്ക് നിങ്ങളോട് സ്നേഹവും റെസ്പെക്റ്റും അങ്ങനെ കമ്പാഷൻ എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങളോട് വളരെയധികം സത്യസന്ധത കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുമാണ്. ഓക്കെ, അവർക്ക് ചില സമയത്ത് നിങ്ങളോടുള്ള ഇമോഷൻസിൽ ചില വ്യത്യാസങ്ങൾ വന്നേക്കാം. ചിലപ്പോൾ അവർ എല്ലാ കാര്യങ്ങളും, ഇപ്പം എന്ത് ഇമോഷനാണെങ്കിലും അതിൻ്റെ യഥാർത്ഥ ഫോമിൽ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യും എന്നുള്ളതാണ് ഈ നിങ്ങൾ വിചാരിച്ച വ്യക്തി. അതായത് സ്നേഹമാണെങ്കിലും ശരി, ദേഷ്യമാണെങ്കിലും ശരി, ഒരു കൺട്രോൾ ഇല്ലാതെ അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്താണോ അതിൻ്റെ യഥാർത്ഥ ഫോം, ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളോട് പെരുമാറുന്നുണ്ടായിരിക്കും. അവർക്ക് നിങ്ങളോടൊരു ഓപ്പൺ കോൺവെർസേഷൻ പറ്റും. അതായത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ളൊരു രീതിയിൽ അവർക്ക് സംസാരിക്കാനായിട്ട് പറ്റും. ശരിക്കും അവരുടെ ഒരു സീക്രട്ട് സ്പേസ് എന്ന് പറയില്ലേ, നമുക്ക് വളരെയധികം കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റുന്ന സ്പേസ് ആയിട്ടാണ് നിങ്ങളെ അവർ കാണുന്നത്. ഓക്കെ, പക്ഷേ അതിൽ ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കും. ചില പെയിൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ചില റിലേഷൻ. ഇപ്പോൾ ഈ സോൾമേറ്റ് എനർജിയൊക്കെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ചില പെയിനുകളിലൂടെയൊക്കെ കടന്നു പോയിരിക്കും. ഓക്കെ, അപ്പോൾ അതങ്ങനെയൊന്ന് കണ്ടാൽ മതി. ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ഹാപ്പി ടൈമാണ്. ഈ ഹാപ്പി ടൈം എന്ന് പറയുമ്പോൾ ഈ 4 ഓഫ് വോൺസ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു കാർഡ് മാരേജിൻ്റെ ഒക്കെ ഒരു കാർഡാണ്. ഓക്കെ, മേ ബി റീയൂണിയൻ്റെ കാർഡാണ്, പാർട്ടീസിൻ്റെ കാർഡാണ്. അപ്പം എന്തായാലും ഒരു വീട് പോലെ നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കിപ്പോൾ വിവാഹം കഴിക്കണം, അതായിരിക്കും നിങ്ങളോടുള്ള ഒരു ആവശ്യം. ഓക്കെ, സോ അങ്ങനെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ പ്രസൻസിൽ അവർ വളരെയധികം ഹാപ്പി ആയിരിക്കുന്ന ആൾക്കാരായിരിക്കും. അവർക്കത് വേണം എന്നുണ്ട്. സോ എന്ത് വില കൊടുത്തത് നേടുക എന്നുള്ളൊരു കാര്യം കൂടി അവരുടെ മനസ്സിലുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ അവരെ സ്നേഹിക്കുന്നവർക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ എനർജി ഒരു ജസ്റ്റിസ് വന്നിരിക്കുന്നതുകൊണ്ട് ആക്ച്വലി നിങ്ങൾക്ക് ന്യായം കിട്ടണം. അല്ലെങ്കിൽ അവർ നിങ്ങളെ പാസ്റ്റിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങളെ എങ്ങനെയാണോ ഇതുവരെ ട്രീറ്റ് ചെയ്തത്,
ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണ് അവർ മൂല്യം തന്നത്, അതൊക്കെ സ്റ്റിൽ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കാണും. ഇപ്പോൾ ഈ ഒരു കാർഡ് വരുമ്പോഴത്തേക്കും നിങ്ങളെ അവരെങ്ങനെയാണോ പാസ്റ്റിൽ, അതായത് ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ ഒരു നിമിഷം വരെ അവരെങ്ങനെയാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്തത്, അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് അവരോടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ജസ്റ്റിസ് കാർഡ് വരുമ്പോൾ നമ്മൾക്കതിനെക്കുറിച്ച് കർമ്മയെക്കുറിച്ച് കൂടി പറയണം കേട്ടോ. കർമ്മ. ഓക്കെ, അപ്പോൾ ആ കർമ്മ അതിൻ്റെ ഒരു ഷെയ്ഡൂടെ ഈ ഒരു റീഡിങ്ങിൽ വരുന്നുണ്ട്. ഓക്കെ, അവരെ നിങ്ങൾ നല്ല രീതിയിലല്ല ട്രീറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ മുൻപ്, ഓക്കെ, അതായത് പാസ്റ്റ് ലൈഫിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങൾ അവരെ നല്ലപോലെ അല്ല ട്രീറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവരിപ്പോൾ തിരിച്ചതേപോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഒരു കർമ്മ ഇത് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, മേ ബി അതൊരു പാസ്റ്റ് ലൈഫിലായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആയിരിക്കും. ഈ ഒരു ലൈഫിൽ തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും അവരെ നല്ല രീതിയിലല്ല ട്രീറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ അവർ അതേ കാര്യം നിങ്ങളോടും ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അതൊരു കർമ്മമായിട്ട് മാത്രം കണ്ടാൽ മതി. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും റെസനേറ്റ് ആവില്ല. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളെല്ലാം വിട്ട് കളയണം കേട്ടോ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ ഈ ഒരു റീഡിങ്ങിൽ 4 ഓഫ് കപ്സ് വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും ഇതിൽ മുമ്പ് നടന്ന പല കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയായിരിക്കും പല കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇത് നടന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പഠിക്കുന്നുണ്ട്, എന്തായിരിക്കും ശരിക്കും നടന്നത്, അങ്ങനെയൊക്കെ ചിന്തിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ട് വീണ്ടും. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതായത് ഡിസാറ്റിസ്ഫൈഡ് ഇൻ ദ സെൻസ് നിങ്ങൾ പല കാര്യങ്ങളും നടന്ന കാര്യങ്ങൾ, ഓക്കെ, അതിലത്ര തൃപ്തി ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെയല്ലായിരുന്നു വേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റിസും ഇതുകൂടി വരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ എനർജി തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ എനർജിയിലായിരിക്കും നിങ്ങളെ വേണ്ട രീതിയിലല്ല ട്രീറ്റ് ചെയ്തതെന്ന് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെ തോന്നാം, അതായത് എൻ്റെ ലൈഫിൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ അവരോട് ഈ കർമ്മ വഴി ഇതിനു മുമ്പ് നിങ്ങൾ വേണ്ട രീതിയിലല്ല അവരെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ അവരും ഇങ്ങനെ ചിന്തിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതുപോലെ. ഓക്കെ, നിങ്ങളുടെ ഒരു ലൈഫിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്, പക്ഷെ അതൊന്നും നിങ്ങളിപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ്. അതൊന്നും കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അതിലേക്കൊക്കെ നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇല്ലായ്മയെക്കുറിച്ചുള്ള ചിന്തകൾ മാറും. നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ചിന്തകൾ നിങ്ങൾക്ക് മാറും. എന്തായാലും യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നൊരു അഡ്വൈസ്, സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു കാർഡാണല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സ്ട്രെങ്ത് പുറത്തെടുത്തു കഴിഞ്ഞാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. അതായത് പ്രോബ്ലംസ് ഉണ്ടാവുമ്പോൾ അത് സോൾവ് ചെയ്യാനുള്ള ഒരു നാച്ചുറൽ എബിലിറ്റി നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി പുറത്തെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ പ്രശ്നം മറ്റൊരാളുടെ പ്രശ്നമായിട്ട് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് സൊല്യൂഷനാണ് അവിടെ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഇമ്മീഡിയറ്റ് ഔട്ട്കം ആയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ സോൾവ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി ഒരു സന്തോഷത്തിൻ്റെ സമയം വരാനുള്ള ഒരു കമ്മ്യൂണിറ്റി, നിങ്ങൾ ഒരുമിച്ച് കൂടാനുള്ള, ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലാണെങ്കിൽ ഒരു ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടാനൊക്കെ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും അതുപോലെ നിങ്ങളുടെ ലവ്ഡ് വൺസ് എല്ലാവരും ഓക്കെ വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സമയം വരും. പരസ്പരം നിങ്ങൾ ഈ സ്ട്രെങ്ത് കാർഡിൻ്റെ ഒരു പോസിബിലിറ്റി നിങ്ങൾ മനസ്സിലാക്കി അതിലേക്കൊരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. ഓക്കെ, ഇത് ലവേഴ്സിനെ കുറിച്ച് മാത്രമുള്ളൊരു റീഡിംഗ് ഒന്നും അല്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട ആരാണെങ്കിലും, നിങ്ങളുടെ സുഹൃത്താണെങ്കിലും, നിങ്ങളുടെ ഫാമിലി ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ അത് വെച്ചൊന്ന് മാച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്കിവിടെ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു റീഡിങ്ങിൽ കാണാം. താങ്ക് യു സോ മച്ച്.